എന്ന് കേൾക്കുമ്പോൾ പേടിയില്ലാത്തവർ വളരെ കുറവാണ്. കാരണം അതിൻ്റെ കുത്ത് തന്നെയാണ്. തേനീച്ച കുത്തിയാൽ ആ ഭാഗത്ത് കഠിനമായ വേദനയാണ് അനുഭവപ്പെടുന്നത്. തേനീച്ചകൾ കൂട്ടത്തോടെ ആക്രമിച്ചാൽ ചിലപ്പോൾ ജീവന് വരെ അപകടമാകാം. എന്നാൽ മനുഷ്യരെ കുത്തുന്നത് അവയുടെ ജീവന് തന്നെ അപകടമാണെന്ന് നിങ്ങൾക്കറിയാമോ? സംഭവം സത്യമാണ്. മനുഷ്യനെ കുത്തി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തേനീച്ചകൾ ചാകുന്നുവെന്നാണ് വിദഗ്ധർ പറയുന്നത്. ലോകത്ത് 20,000-ഓളം ബി ഇനങ്ങൾ ഉണ്ടെങ്കിലും അവയിൽ 43 സബ് സ്പീഷ്യസുകൾ ഉൾപ്പെടെ 8 തേനീച്ച സ്പീഷ്യസുകളാണ് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഈ ഇനങ്ങളിൽ കേരളത്തിൽ തേനീച്ചകൾ വെറും 4 തരമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. പൂക്കളിൽ നിന്നും പഴങ്ങളിൽ നിന്നുമാണ് ഇവ തേൻ ശേഖരിക്കുന്നത്. അതുപോലെ തന്നെ പൂക്കൾക്കും സസ്യങ്ങൾക്കും തേനീച്ചയെ ആവശ്യമാണ്. സസ്യങ്ങളുടെ പരാഗണം നടക്കുന്നതിന് തേനീച്ചകളുടെ പങ്ക് വളരെ വലുതാണ്. മനുഷ്യനെ കുത്തുന്ന എല്ലാ തേനീച്ചകളും ചാകുന്നില്ലെന്നാണ് പെൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ മോളിക്യുലാർ സെല്ലുലാർ ഇൻ്റഗ്രേറ്റഡ് ബയോസയൻസ് ഗവേഷകൻ അലിസൺ റേ പറയുന്നത്. തേനീച്ചകൾ പൊതുവെ മനുഷ്യനെ മാത്രമല്ല മറ്റ് പ്രാണികളെയും കുത്തുന്നുണ്ട്. പ്രാണികളെ കുത്തുമ്പോൾ അവയുടെ തൊലി വളരെ നേർത്തതായതിനാൽ തേനീച്ചയ്ക്ക് പ്രശ്നങ്ങളൊന്നും സംഭവിക്കുന്നില്ല. പക്ഷെ മനുഷ്യനെ കുത്തുമ്പോൾ അവയുടെ കൊമ്പുകൾ നമ്മുടെ ശരീരത്തിൽ കുടുങ്ങിപ്പോകും. ഇത് പറിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ തേനീച്ചകളുടെ ആന്തരിക അവയവങ്ങൾ ഉൾപ്പെടെ പരിക്കേൽക്കുന്നു. ഒടുവിൽ തേനീച്ച പറന്നു പോകുമ്പോൾ അവയുടെ ആന്തരിക അവയവങ്ങളും വേർപെട്ടു പോകുന്നതിനാലാണ് അവ ചത്തുപോകുന്നത്. കുത്തിയിട്ട് തേനീച്ച പറന്നുപോയതിനു ശേഷമാകും പലപ്പോഴും വിഷം ഉള്ളിലേക്ക് എത്തുന്നത്. അതിനാൽ തേനീച്ചയുടെ കുത്ത് കിട്ടിയാൽ ഉടനെ തന്നെ ഡോക്ടറുടെ സഹായം തേടണം. അതേസമയം മനുഷ്യരെ കുത്തുന്ന എല്ലാ തേനീച്ചകളും ചാകാറില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. ചില ഇനത്തിൽപ്പെട്ട തേനീച്ചകൾ ചർമ്മത്തിൽ കൊമ്പ് കുടുങ്ങിപ്പോകാത്ത രീതിയിൽ കുത്തുന്നു. ഇവ മരിക്കാറില്ല. ചർമ്മത്തിൽ കൊമ്പ് കുടുങ്ങിയില്ലെങ്കിൽ പൊതുവെ അത് തേനീച്ചയെ ബാധിക്കാറില്ലെന്ന് തന്നെ പറയാം. തേനീച്ചകൾ പൊതുവെ ആക്രമണകാരികളായ ജീവികളല്ല. എന്നാൽ തങ്ങളുടെ ജീവന് ഭീഷണി ഉണ്ടെന്ന് തോന്നുമ്പോഴാണ് പലപ്പോഴും ഇവ മനുഷ്യനെ ആക്രമിക്കുന്നത്. തങ്ങളുടെ കോളനിയെയും റാണിയെയും സംരക്ഷിക്കാനും തേനീച്ചകൾ ആക്രമണം നടത്താറുണ്ട്. തേനീച്ചകൾ മനുഷ്യന് ദോഷമാണെന്നാണ് പലരും കരുതുന്നത്. എന്നാൽ തേനീച്ചകൾ നശിച്ചാൽ അത് മനുഷ്യരാശിക്ക് തന്നെ ദോഷമാണെന്ന് ആരും തിരിച്ചറിയുന്നില്ല. മനുഷ്യരാശിയെ അന്നമൂട്ടുന്ന കൃഷിയുടെ 3/4 ഭാഗവും തേനീച്ചകളെ ആശ്രയിച്ചാണ് നടക്കുന്നത്. തേനീച്ചകൾ ഉൾപ്പെടെയുള്ള ജീവികളുടെ സഹായത്താലാണ് ഒട്ടേറെ കാർഷിക വിളകളിൽ പരാഗണവും പ്രത്യുൽപാദനവും നടക്കുന്നത്. പരാഗണം നടന്നിട്ടില്ലെങ്കിൽ ചെടികളുടെ വംശവർധന ഇല്ലാതാകും. ആരോഗ്യപൂർണമായ ആവാസ വ്യവസ്ഥയുടെ അടിസ്ഥാനം തേനീച്ചകളാണെന്ന് മനസ്സിലാക്കുക. മാനവ വംശത്തിന്റെ ഭക്ഷണത്തിന്റെ 1/3 നൽകുന്നത് തേനീച്ചകളാണെന്ന് തന്നെ പറയാം. അതിനാലാണ് തേനീച്ചകൾക്ക് വംശനാശം സംഭവിച്ചാൽ ലോകത്തിലെ എല്ലാ ജീവികളെയും അത് ബാധിക്കുമെന്ന് വിദഗ്ധർ പറയുന്നത്. തേനീച്ചകളുടെ വംശനാശം തടയാൻ UK പോലുള്ള രാജ്യങ്ങളിൽ തേനീച്ചകളെ സംരക്ഷിക്കുവാൻ സംഘടനകൾ വരെയുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തേനീച്ചകളുടെ എണ്ണത്തിൽ വലിയ കുറവാണ് സംഭവിക്കുന്നത്. ഇത് നമ്മളെയും ഒരു നാൾ ബാധിക്കാമെന്ന് നിങ്ങളൊന്ന് ഓർത്തു വെച്ചോളൂ.